വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്നത്തെ വീഡിയോയിൽ കണ്ടിട്ട് ഹൗ ഐ സ്പെൻഡ് എ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഈ അടുത്താണ് പച്ചമഞ്ഞൾ നമ്മുടെ ടേമറിക്ക് വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ തൊട്ട് തുടങ്ങിയ ശീലമാണ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് പെപ്പറും ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് രാവിലത്തെ ഏറ്റവും ഫസ്റ്റ് ഡ്രിങ്ക് അതാണ്. മഞ്ഞളുടെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ബട്ട് എൻ്റെ ഉദ്ദേശം സ്കിൻ കെയർ ആണ്. ആൻഡ് വീട്ടിൽ തന്നെ പൊടിപ്പിച്ച മഞ്ഞളായതുകൊണ്ട് നമുക്ക് 100% ധൈര്യത്തോടുകൂടി കഴിക്കാം. ബട്ട് ക്വാണ്ടിറ്റി ഒരു പിഞ്ച് എന്നുള്ളത് ഒരിക്കലും അതിൽ കൂടുതൽ നമ്മൾ മഞ്ഞൾ കൺസ്യൂം ചെയ്യാൻ പാടില്ല. അതിപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നല്ലതാണെന്ന് വെച്ചാൽ നമ്മൾ ഓവറാക്കി കഴിഞ്ഞാൽ നമുക്കതിന് ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ഫിൽറ്റർ കോഫി. അതിപ്പോൾ ഏത് ഡയറ്റിലാണെങ്കിലും ഞാൻ ഈ ഒരു കോഫി വിട്ടിട്ടുള്ള ഒരു കളിയില്ല. ഞങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത് സിദ്ധാപൂർ എന്ന് പറഞ്ഞ ഓൺലൈൻ ബ്രാൻഡിൻ്റെ ഫിൽറ്റർ കോഫിയാണ്. ഞാൻ ഈ വീഡിയോ ഫുൾ വീഡിയോ ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്ന രീതി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ഫിൽറ്റർ കോഫിയുടെ കാര്യത്തിൽ എനിക്കും ജിജോനും ഒരേ ടേസ്റ്റാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടെങ്കിലും മാറി നിൽക്കുമ്പോൾ ആകെ കൂടെ മിസ് ചെയ്യുന്ന മെയിൻ ഒരു കാര്യം, ഞാൻ മാത്രമല്ല ജിജോവും മിസ് ചെയ്യുന്ന മെയിൻ കാര്യം ഈ ഫിൽറ്റർ കോഫിയാണ്. നെക്സ്റ്റ് വർക്കൗട്ട്, അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഈ അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എപ്പോഴും കോണ്ടിനെൻ്റലും നമ്മുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റും മാറി മാറിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് സ്വീറ്റ് കോണും എഗ്സും കൂടിയായിട്ടുണ്ട്. സ്ക്രാമ്പിൾഡ് എഗ്സാണ്. അപ്പോൾ അതിന് സ്വീറ്റ് കോൺ ആദ്യം തന്നെ ഒരു 20 മിനിറ്റ്സ് ഒന്ന് ആവിയിലൊന്ന് സ്റ്റീം ചെയ്യും. ആൻഡ് അത് കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ സോട്ടേ ചെയ്തിട്ട് കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് സോട്ടേ ചെയ്തിട്ട് നമ്മുടെ എഗ്സ് ആഡ് ചെയ്യും. ഈ സ്ക്രാമ്പിൾഡ് എഗ്സ് റെഡിയാക്കുമ്പോൾ നിങ്ങൾക്ക് ഹാഫ് കുക്ക് എഗ്സാണ് ഇഷ്ടമെങ്കിൽ എപ്പോഴും നമ്മൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലേറ്റ് കയ്യിലുണ്ടായിരിക്കണം. ബിക്കോസ് അതല്ലെങ്കിൽ എഗ്സ് പെട്ടെന്ന് തന്നെ ഓവർ കുക്കായി പോകും. നെക്സ്റ്റ് ചെറി ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് കുറച്ച് ഒലിവ് ഓയിലും ചെറിയൊരു പിഞ്ച് സോൾട്ടും പെപ്പറും ആൻഡ് ബേസിൽ ലീവ്സും ഇത്രയൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറി ടൊമാറ്റോയുടെ കൂടെ ഒന്ന് ഡ്രിസിൽ ചെയ്യും. ദെൻ ഏതെങ്കിലും ഒരു ഫ്രഷ് ഫ്രൂട്ട്, പപ്പായയാണ് ഇന്നെടുത്തത്. ആൻഡ് പിന്നെ സ്ക്രാമ്പിൾഡ് എഗ്ഗിൻ്റെ കൂടെ നമ്മുടെ ചില്ലി ഓയിലും ആൻഡ് ഏതെങ്കിലും ഒരു പിക്കിൾ. ഞാനിന്ന് മൂന്നാർ പോയപ്പോൾ മേടിച്ച ഇരുമ്പമ്പുളി അല്ല സോറി നമ്മുടെ നെല്ലിപ്പുളി വിനാഗിരിയിലിട്ട് ഇതാണ് യൂസ് ചെയ്തത്. നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ഫ്രഷ് ജ്യൂസ്. അന്ന് എടുത്തത് വാട്ടർമെലൺ ജ്യൂസായിരുന്നു. ആൻഡ് ഈ സ്വീറ്റ് കോണും നമ്മുടെ എഗ്സും കൂടിയായിട്ടുള്ള കോമ്പിനേഷൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. ബിക്കോസ് ഈ സ്വീറ്റ് കോൺ ഭയങ്കര ക്രിസ്പിയാണ് ആൻഡ് എഗ്സിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ അത് നല്ല ഫില്ലിങ്ങും ആണ് ആൻഡ് നല്ല ടേസ്റ്റിയുമാണ്. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ അങ്ങനെ കാർബ്സ് ഒന്നും തന്നെ മിസ് ചെയ്യില്ല. ഇതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ സാലഡ് ഉണ്ട്, ഫ്രൂട്ട് ഉണ്ട്, ആൻഡ് ഫൈബറിന് നമ്മുടെ സ്വീറ്റ് കോൺ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. അങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കാർബ്സ് ഒന്നും തന്നെ നമ്മൾ മിസ് ചെയ്യില്ല. ഈ എഗ്സിൽ സ്വീറ്റ് പൊട്ടാറ്റോ, ഈ സ്വീറ്റ് കോണിന് പകരം സ്വീറ്റ് പൊട്ടാറ്റോ ആണെങ്കിലും ഇതുപോലെ കുക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ബട്ട് സ്വീറ്റ് കോൺ കുറേ കൂടെ എന്താ പറയുക, നല്ലൊരു ക്രഞ്ചി ടെക്സ്ചർ എഗ്സിലുണ്ടാവും. ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോവും നല്ലതാണ്. രണ്ടും ഈക്വലി ഗുഡാണ്. നിങ്ങൾ മാറി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഫുഡ് ട്രയൽ. ഞാൻ ഏതെങ്കിലും റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഇതുപോലെ ഞങ്ങൾ ട്രൈ ചെയ്ത് അത് ഹിറ്റാവുമ്പോഴാണ് ഞങ്ങളത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചത്, റെസിപ്പി ട്രൈ ചെയ്യാൻ തീരുമാനിച്ചത് നമ്മുടെ KFC സ്റ്റൈൽ ഫ്രൈഡ് ചിക്കനാണ്. ഈ അടുത്ത് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് ചെയ്യാൻ കാരണം മെയിനായിട്ട് ജോർജിയൊക്കെ വീട്ടിലുണ്ട്. ആൻഡ് അവൻ്റെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ എനിക്കത് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം.
ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നമ്മൾ ഇതുപോലെ റെസിപ്പീസ് ട്രൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ കാര്യത്തിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റെസിപ്പീസ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറേ റെസിപ്പീസ് വായിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ആൻഡ് അതുതന്നെ, പക്ഷേ ഞാനത് ട്രൈ ചെയ്യുമായിരുന്നു. നമ്മൾ ട്രൈ ചെയ്ത് തന്നെയാണ് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് റെസിപ്പീസൊക്കെ ചെയ്യാൻ തുടങ്ങിയതും. ആൻഡ് അതിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ്, നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഐഡിയാസ് നമുക്ക് അൺലിമിറ്റഡ് ആണ്. ഭയങ്കര ചൂടാണ്. ക്രിസ്പിയല്ലേ? ഇത് ചൂടാണ്. നെക്സ്റ്റ് എൻ്റെ ലഞ്ച് എപ്പോഴും ഒരു ഫ്രഷ് സാലഡ് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അന്നത്തെ ക്യൂക്കുംബർ ആയിരുന്നു. നെക്സ്റ്റ് നമ്മുടെ മൂന്നാറിൽ നിന്ന് മേടിച്ച ബീൻസ് കൊണ്ടുള്ള തോരൻ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഫ്രഷ് ഗ്രീൻ പീസ് കൊണ്ടുള്ള വെറുതെ പെപ്പറൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു ഫ്രൈ പോലെ. ആൻഡ് ദെൻ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ. ആൻഡ് നെക്സ്റ്റ് സോട്ടേഡ് ബ്രോക്കലി ആൻഡ് ദെൻ പിക്കിൾ ഷാലറ്റ്സ്. ഇത് ഞാൻ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഏതെങ്കിലും ഒരു പിക്കിള് ആൻഡ് ബീഫ് ഫ്രൈ. പിന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ബീട്രൂട്ട് ചപ്പാത്തി, ബീട്രൂട്ട് പൂരിയുടെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ കൂടെ ടൊമാറ്റോ കറി. ഈ ടൊമാറ്റോ കറിയും ബീട്രൂട്ട് ചപ്പാത്തി ആയിട്ടുള്ള കോമ്പിനേഷൻ, നിങ്ങൾക്ക് വേറെ ഒരു കറി ഇല്ലെങ്കിലും ഇത് രണ്ടുമായിട്ടുള്ള കോമ്പിനേഷൻ ഭയങ്കര നല്ലതാണ്. എനിക്ക് നോൺ വെജ് ഒന്നും ഇല്ലെങ്കിലും കുറേ വെജിറ്റബിൾസും ആൻഡ് ഫ്രഷ് സാലഡ്സും ഉണ്ടെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസത്തെ ലഞ്ച് ഹാപ്പിയാണ്. ബട്ട് വീട്ടിൽ ജോർജി, ജിജോ ആൻഡ് മന്ന ടോട്ടലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അവർക്ക് നോൺ വെജ് തന്നെ വേണം. അങ്ങനെ അവർക്ക് വേണ്ടി കുക്ക് ചെയ്താണ് എനിക്ക് ഇത്രയും ഇൻട്രസ്റ്റ്. ഈ നോൺ വെജൊക്കെ കുക്ക് ചെയ്യാൻ ഇത്രയും പഠിച്ചത് തന്നെ അവർക്ക് വേണ്ടി കുക്ക് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് നമ്മുടെ കീൻവ കൊണ്ടുള്ളൊരു കേർഡ് റൈസ്. ഞാൻ പ്രോപ്പർ കേർഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കീൻവ കൊണ്ടിട്ടാണ്. ആൻഡ് നമ്മുടെ ഫ്രൈംസ്. ഈ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് പെർഫെക്റ്റാണ് ഈ കീൻവ കൊണ്ടുള്ള കേർഡ് റൈസ്. നമ്മൾ കേർഡ് റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഈ കീൻവ കേർഡ് റൈസും ഉണ്ടാക്കുന്നത്. അപ്പോൾ ലഞ്ച് ഞാൻ ഇത്രയും ഹെവി ആയിട്ട് കഴിക്കുന്നത് കാരണം ആൻഡ് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ലഞ്ചും കഴിക്കുന്നത്. അപ്പോൾ ഡിന്നർ കൂടുതലും ലൈറ്റ് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ സാലഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചിയ സീഡും കോക്കനട്ട് മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഉള്ള ഡ്രിങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോട്ടീനും ഇതുപോലെ ഏതെങ്കിലും ലീവ്സ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സാലഡ് നിങ്ങൾക്ക് ഡിന്നറിന് കഴിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അതിന് ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചില്ലെങ്കിൽ അത് ലാസ്റ്റ് മിനിറ്റ് ഉണ്ടാക്കി നിൽക്കൽ നല്ല മെസ്സാവുന്ന പരിപാടിയാണ്. അപ്പോൾ രാത്രി എന്തായാലും എല്ലാവർക്കും അങ്ങനെ അത്രയും ഒരു ഡീറ്റെയിൽ കുക്കിങ്ങിലോട്ട് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നേരത്തെ തന്നെ സാലഡ് ഉള്ളത് റെഡിയാക്കി വെക്കുക. ആൻഡ് അതിൻ്റെ ഡ്രസ്സിങ്ങും സെപ്പറേറ്റ് ആയിട്ട് റെഡിയാക്കി വെക്കുക. ആൻഡ് ഇതുപോലെ ക്ലിം ഫിലിം കൊണ്ട് കവർ ചെയ്ത് വെക്കുക.